ലോകത്തിൽ ഒന്നാമത് അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലുത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട് അങ്ങനെ ഒരു സ്ഥലം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജഡായു ശില്പമുള്ളത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിനടുത്തുള്ള ജഡായു പാറയിലാണ്. ജഡായു പാറയിൽ ജഡായു ശില്പം കൂടാതെ റോപ്പ് വേ കാറിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഒത്തിരി പ്രത്യേകതകളും നല്ല രസമുള്ള കാഴ്ചകളും ഒക്കെയാണ്. ഞാൻ അഫ്സൽ കല്ലടിക്കൽ. വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ട്രാവൽ വിത്ത് അഫ്സൽ കല്ലടിക്കൽ. നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റ് ബുക്കിംഗ് ഒരു പ്രധാന ഘടകമാണ്. കാരണം ഓൺലൈൻ വഴി മാത്രമേ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇവിടെ നമ്മൾ എൻട്രി ആകുമ്പോഴേ തന്നെ ഫ്രിസ്കിങ് മുകളിലാണ് എന്നൊക്കെ ഇവിടുത്തെ ജീവനക്കാർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് തന്നെ. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ കേട്ട ഫ്രിസ്കിങ് അത് വേറൊന്നുമല്ല, ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ PRO മിസ്റ്റർ ആദർശിനെ വിളിച്ചിരുന്നു. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പെർമിഷൻ ആവശ്യമാണ്. അതുപോലെ എൻ്റെ ഒരു ട്രൈപോഡ് കൂടി മുകളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പെർമിഷൻ ചോദിച്ചിരുന്നു. പക്ഷേ ട്രൈപോഡ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കേബിൾ കാറിൽ അനുവദനീയമല്ല. സുരക്ഷ തന്നെയാണ് പ്രധാന കാരണം. അതുകൊണ്ട് അത് തൽക്കാലം ഒഴിവാക്കുകയാണ്. ലേഡീസിനും ജെൻസിനും പ്രത്യേകം സുരക്ഷാ പരിശോധനയാണ് ഇവിടെയുള്ളത്. ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഇങ്ങനെ ഒരു ചെക്കിംഗ് ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയാണ് അവർ ഉറപ്പുവരുന്നത്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു ലോബിയിലേക്കാണ്. ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാമുകളുടെയും മറ്റ് ആക്ടിവിറ്റീസിൻ്റെയും ഒക്കെ വിഷ്വൽസ് വലിയൊരു സ്ക്രീനിൽ ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കും. ഓൺലൈൻ വഴി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടാകും. ആ മെസ്സേജാണ് നമ്മൾ ഇവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് കാണിക്കേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ കയ്യിലൊരു ടാഗ് കിട്ടിത്തരും. ഓരോ സ്ലോട്ടിലും വ്യത്യസ്തമായ കളറിലുള്ള ടാഗുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ആ ടാഗ് ഈ ഒരു ഡിവൈസിൽ കാണിക്കുമ്പോഴാണ് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. കയ്യിലൊരു ടാഗുണ്ട്, RFID ഉള്ള ടാഗാണ്. അതുപോലെ തന്നെ ഒരു ടിക്കറ്റും നമുക്ക് അവിടെ നിന്ന് കിട്ടും. മനോഹരമായ ഇൻറ്റീരിയറും സുരക്ഷയുമെല്ലാം നമ്മൾ ഏതോ എയർപോർട്ടിലോ ഷോപ്പിംഗ് മാളിലോ ഒക്കെ എത്തിയ ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ടിക്കറ്റ് ഇവിടെ നിന്ന് പഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെല്ലുന്നത് വേറൊരു ലോബിയിലേക്കാണ്. കേബിൾ കാർ വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇവിടെ ചിലവഴിക്കേണ്ടി വരും. ഇതിനകത്ത് തന്നെ ഒരു കഫ്തീരിയയുമുണ്ട്. ഇവിടെ ജഡായു എർത്ത് സെൻറ്ററിൽ 20ഓളം അഡ്വഞ്ചർ ആക്ടിവിറ്റീസുകളാണുള്ളത്. അതിൻ്റെ വിഷ്വൽ TV സ്ക്രീനിൽ കാണിച്ചുകൊണ്ടേയിരുന്നു. ഏതായാലും അതിനുവേണ്ടി വേറൊരു ദിവസം വന്ന് വീഡിയോ ചെയ്ത് പുതിയൊരു എപ്പിസോഡായി നിങ്ങളുടെ മുന്നിലെത്തിക്കും. വികലാംഗർ ഉൾപ്പെടെ പ്രത്യേക പരിഗണന ആവശ്യമുള്ള എല്ലാ വിഭാഗക്കാർക്കും അതിൻ്റേതായ ഒരു പരിഗണന ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് പോകാനുള്ള കേബിൾ കാർ വരുമ്പോൾ ജീവനക്കാരുടെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ മുകളിലേക്ക് പോകണം. ഏതാണ്ട് 40 കോടിയോളം രൂപ മുതൽ മുടക്കിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത അത്യാധുനിക സംവിധാനങ്ങളുള്ള കേബിൾ കാറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്നതിലുപരി ഈ കേബിൾ കാറിലുള്ള യാത്രയും വളരെ രസകരമായ യാത്രയാണ്. അതായത് നമ്മൾ ആകാശത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ഫീല്. ചുറ്റും നല്ല മനോഹരങ്ങളായ കാഴ്ചകളാണ്. ക്ലൗഡി ആയിട്ടുള്ള ആകാശമാണ്, കുറച്ച് ക്ലിയർ കുറവുണ്ടെങ്കിലും അതുപോലെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ഹെലിപ്പാഡും ഉണ്ട്. പ്രളയകാലത്ത് ഇവിടുത്തെ ഹെലികോപ്റ്റർ സഹായത്തിന് ഉപയോഗിച്ചിരുന്നതായി പറയുന്നുണ്ട്. $30 ലക്ഷം ലിറ്റർ മഴവെള്ളം ശേഖരിക്കാവുന്ന ഒരു ജലസംഭരണിയാണിത്. പച്ച, നീല, മഞ്ഞ, വെള്ള എന്നീ 4 കളറുകളായിട്ട് 4 സെറ്റ്, അതായത് മൊത്തം 16 കേബിൾ കാറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്ക് എത്തും. കേബിൾ കാറിൽ നിന്നിറങ്ങി നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഈ കൂറ്റൻ ജഡായു ശില്പത്തിനരികിലേക്കാണ്. ഗുരു സംവിധാനം ചെയ്ത പ്രശസ്ത സിനിമാ സംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 10 വർഷം കൊണ്ടാണ് ഈ ശില്പം പൂർത്തീകരിക്കുന്നത്. ത്രേതായുഗത്തിൽ സീതാപഹരണ വേളയിൽ രാവണൻ ചിറകരിഞ്ഞ് വീഴ്ത്തിയ പക്ഷിയാണ് ജഡായു, അങ്ങനെയാണ് ഐതിഹ്യം പറഞ്ഞു വരുന്നത്. പൂർണ്ണമായും കോൺക്രീറ്റിൽ തീർത്ത ഈ ശില്പം സ്ത്രീ സുരക്ഷയ്ക്കും ആദരവിനും വേണ്ടിയിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇക്കുന്നൻ നറുകയിൽ ഇത്തിരി നേരം ധ്യാനമഗ്നരായി നിൽക്കൂ പ്രിയപ്പെട്ട നമ്മുടെ കർമ്മക്ഷേത്രത്തിനൊഴിവുചാൽ പെറ്റൊരു പെൺമുത്തിനെ എന്ന വരികളോട് തുടങ്ങുന്ന ഒരു കവിത ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പ്രശസ്ത കവി ONVയുടെ ഈ കവിതയ്ക്ക് ജഡായു സ്മൃതി എന്നാണ് പേര്. ഇതിൻ്റെ തന്നെ ഹിന്ദിയിലെയും ഇംഗ്ലീഷിലെയും വിവർത്തനവും ഇതിനോട് ചേർന്നുണ്ട്.
ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള 6D തിയേറ്ററും മ്യൂസിയവും എല്ലാം പണി നടക്കുന്നതേയുള്ളൂ. 3-ാം ഘട്ടം പണി പൂർത്തിയാകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണവും ഇതുതന്നെയാകും. അതുപോലെ ഇതിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളും മനോഹരമാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ മലമേൽപ്പാറയും കുടുക്കത്തുപാറയും ഒക്കെ ഇവിടെ നിന്ന് ദൂരെയായിട്ട് നമുക്ക് കാണാം. ഈ ജഡായു ശില്പത്തിന്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ ഈ ശില്പത്തിനകത്തോട് തന്നെ കണ്ണിരിക്കുന്ന ഭാഗത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ നിന്ന് വലിയ ബൈനോക്കുലർ ഉപയോഗിച്ച് ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടാകും. ഈ ജഡായു ശില്പം പശ്ചാത്തലമാക്കി തന്നെ 100ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയമാണിത്. മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ കൾച്ചറൽ പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. ജഡായു എർത്ത് സെൻറ്ററിൻ്റെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. നേരം സന്ധ്യയോടടുക്കുകയാണ്. ലോകത്ത് മറ്റ് എന്തൊക്കെ കാഴ്ചകളുണ്ടെങ്കിലും പ്രകൃതി ഒരുക്കുന്ന ചില മനോഹരങ്ങളായ നിറക്കൂട്ടുകളുണ്ട്. അതിലൊന്നാണ് സൂര്യാസ്തമനം. അങ്ങനെയുള്ള മനോഹരമായ സൂര്യാസ്തമനം ആസ്വദിക്കുന്നതിന് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ തന്നെ ഒരു പ്രത്യേക ലോബിയുണ്ട്. സന്ധ്യാവുന്നതോടെ ഇവിടെ നല്ല ലൈറ്റിംഗ് കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും മനോഹരമായ ഒരു കാഴ്ചയും അനുഭവം തന്നെയാണ്. എന്തായാലും സൺസെറ്റ് കഴിഞ്ഞ് ഇരുട്ടുന്നതിന് മുൻപുള്ള കുറച്ച് മിനിറ്റുകൾ മനോഹരമായിരുന്നു. അതായത് നീലയും വയലറ്റും ചേർന്ന ആകാശവും ഇവിടുത്തെ ഗോൾഡൻ ലൈറ്റും ഒക്കെ ചേർന്ന് മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ. ഈ 2019 ജനുവരി മുതലാണ് വൈകുന്നേരം 5 മുതൽ 8 വരെയുള്ള സ്ലോട്ടുകൾ തുടങ്ങിയത്. എന്തായാലും ഈ സ്ലോട്ട് തിരഞ്ഞെടുത്ത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുകയാണ്. കാരണം രാത്രിയിൽ ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഈ 2019 ഡിസംബറോടുകൂടി ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകും. അപ്പോഴേക്കും നമുക്ക് രാത്രി മുഴുവൻ ഇവിടെ ചിലവഴിക്കത്തക്ക രീതിയിൽ റെസ്റ്റോറൻറ്റുകൾ, പാർക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങും. നമുക്ക് ഭക്ഷണം മുകളിലേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല. എങ്കിലും മുകളിൽ തന്നെ കഫ്തീരിയയും തനിനാടൻ ടീ ഷോപ്പും ഒക്കെയുണ്ട്. മനസ്സിൻ്റെ ജാലകങ്ങൾ തുറന്നിടൂ, ഇളം കാറ്റും നറുനിലാവും വന്ന് നിറയട്ടെ. അവിടുത്തെ ടീ ഷോപ്പിൻ്റെ ജനലിൽ എഴുതിയിട്ടിരുന്ന വാചകങ്ങളാണിത്. സത്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ അനുഭവങ്ങൾ. ഇവിടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മിന്നാമിനുങ്ങൾ കൂട്ടത്തോടെ മിന്നിത്തിളങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അത് ദൂരെയുള്ള വീടുകളുടെയും വാഹനങ്ങളുടെയും ഒക്കെ വെളിച്ചമായിരുന്നു. തിരിച്ച് നമ്മൾ കേബിൾ കാറിൽ വന്നിറങ്ങുന്ന സ്ഥലത്ത് കുട്ടികൾക്കുള്ളൊരു സോഫ്റ്റ് പ്ലേ പാർക്കും ഒരു 12D റൈഡും സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, 12D റൈഡിൽ മുതിർന്നവരും ഒക്കെ കയറുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റീസും ഓരോ കമ്പനികളാണ് നടത്തുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാക്കുന്നത്. ജഡായുപ്പാറയുടെ വിശേഷങ്ങളടങ്ങിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യൂട്യൂബിലുള്ള ഷെയർ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ വാട്സപ്പിലുള്ള മറ്റ് നമ്പറുകളിലേക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. പുതുപുത്തൻ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് ട്രാവൽ വിത്ത് അഫ്സൽ കല്ലടുക്കൽ. താങ്ക് യു.